പീതാംബരൻ ചേട്ടാ, അത് രാവിലെ ഒരു കൂട്ടലും കുറയ്ക്കലും പേരൊന്ന് ശരിക്കും വെളുത്തിട്ട് പോരെ, അല്ലെങ്കിൽ ആകെ തെറ്റിപ്പോവും. അങ്ങനെയൊന്നും തെറ്റില്ല മോളെ. ഇന്നും ഇന്നലെയും തുടങ്ങിയതാണോ ഈ കൂട്ടലും കുറയ്ക്കലും? എന്നാലും ഇനിയൊന്ന് സൂക്ഷിക്കണം. പഴയ പോലത്തെ കണ്ടീഷൻ ഉണ്ടോ ഈ വണ്ടിക്ക്? പിന്നെ എത്ര പഴകിയാലും ഈ വണ്ടിയുടെ കണ്ടീഷൻ കുറയില്ല മോളെ. ഓ, ഈ ചേട്ടനോട് മാത്രം പറഞ്ഞു ജയിക്കാൻ എനിക്കാവില്ല. ആട്ടെ, എത്ര വേണം? ഒരു മുഴ മതിയോ? ഒരു മുഴവും കുറച്ച് അധികമായാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇന്നിന് വേണ്ട. ഞാൻ വണ്ടി പെരിയാറിലെ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു. ആ, അതങ്ങനെയാ. ഈ വർത്താനം മാത്രമേ ചേട്ടനുള്ളൂ. കാര്യത്തോട് അടുക്കുമ്പോ ഈ കനോമേനെ അങ്ങ് മറക്കും. കനകം, അത് മാത്രം നീ പറയരുത്. മറന്നതല്ല, രാവിലെ ഇങ്ങോട്ട് വരുമെന്ന് യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. രാജപ്പ മുതലാളിയുടെ ഓട്ടം ഉണ്ടായിരുന്നു, അത് ക്യാൻസൽ ചെയ്തു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ആർക്കറിയാം ഈ പറയണൊക്കെ നേരാണോ എന്ന്? ഈ പെണ്ണിന്റെ ഒരു കാര്യം ചങ്കെടുത്ത് കാണിച്ചാലും വിശ്വസിക്കൂല. എന്തായാലും ഒരു മുഴം തന്നിട്ട് പോ. ഇനി നിന്റെ പണക്കം വേണ്ട. പീതാംബരേട്ടാ, വരട്ടെ. അല്ല, പുതിയ ആളുകളാണല്ലേ? എവിടെ വീട്? കുറച്ച് ദൂരെയാ. ഇനി ഇവിടെ കുറച്ചു ദിവസം ഉണ്ടാവോ? ഓ, വണ്ടി തൂക്കാൻ പൂ എന്നും എന്റെ കയ്യിൽ നിന്ന് വാങ്ങണേ. ദാ, ആ കാണുന്നതാ എന്റെ വീട്. എന്താവശ്യം ഉണ്ടെങ്കിലും അങ്ങോട്ട് വരാൻ മടിക്കില്ലേ? ഒരു മുഴം പോരെ? മതി. പൈസ പൈസയൊന്നും വേണ്ടെന്നേ. ആരാ പൈസ ചോദിച്ചത്? എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് വാങ്ങിച്ചോളാം. ആശാനെ, പുതിയ പാർട്ടികളാ, അറിഞ്ഞോണ്ടാവില്ല. ഇന്ന് അറിയാതെ ചെയ്യാൻ നാളെ അറിഞ്ഞോണ്ട് ചെയ്യാൻ തോന്നും. എത്ര നേരം കഴിയുന്നുണ്ട്? എന്റെ അപ്പന് സ്ത്രീധനം കിട്ടിയ സ്ഥലമാണോടാ വണ്ടി കയറ്റി പാർക്ക് ചെയ്യാനായിട്ട്? എന്താണ്? നീയാണോടാ ഈ വണ്ടി ഡ്രൈവർ? അതെ. ആരോട് ചോദിച്ചിട്ടാ നീ വണ്ടി ഇവിടെ ഇട്ടത്? ആശാനെ, മറ്റുള്ളവരുടെ വണ്ടി കിടക്കുന്നുണ്ടപ്പോ മറ്റുള്ളവർ ചെയ്യണതൊക്കെ ചെയ്യാൻ തോന്നണ ഒരു നല്ല ശീലമല്ലല്ലോ മോനെ. ക്ഷമിക്കണം ആശാനെ, അറിയാതെ ചെയ്തതാ. ആശാൻ പറയുന്ന പോലെ ചെയ്തോളാം. എടാ, ഇത് ഒറ്റപ്പാറ കവലയാ. ഇവിടെ കുറെ വൃത്തികെട്ട നിയമങ്ങളുണ്ട്, അതെല്ലാവരും അനുസരിക്കണം. നീ പുതിയ ആളായതുകൊണ്ട് തൽക്കാലം നിന്നെ വെറുതെ വിടുന്നു. മേലാൽ ഇത് ആവർത്തിക്കരുത്. ആ വണ്ടി എടുത്ത് വിളിക്കളാ. ശരി ആശാൻ. തന്നോട് ഇനി പ്രത്യേകിച്ച് പറയണോ? വേണ്ടേ. എന്താ ചേട്ടാ വേണ്ടത്? നല്ല കടുപ്പത്തി ഒരു ചായ തരാൻ പറയണ. ഓ, നീയാണോടാ പട്ടി ചായ കൊണ്ടിരുന്നത്? എനിക്കാണെന്ന് പറഞ്ഞില്ലേ? തങ്കപ്പ, നിന്റെ കളി എന്റെ അടുത്ത് വേണ്ട. നീ എന്ത് ചെയ്യണേ? നാക്കിട്ടലക്കാതെ നീ ഇവനൊന്ന് തൊട്ട് നോക്ക്, അപ്പ കാണാം. തൊട്ടാ നീ അണ്ണാക്കി കയറ്റിയോടി കഴിവറുടെ മോളെ. ചേറ്റേ, നിന്റെ മറ്റേ സംസാരം എന്റെ അടുത്ത് വേണ്ട. അത് നിന്റെ മറ്റുള്ളമാരോട് മതി. ഇവിടെ നിന്ന് ആളാവാൻ നോക്കിയാലേ നിന്റെ ഉപ്പേരി ഞാൻ ചെത്തിയെടുക്കും. നിനക്കറിയില്ല എന്നെ. എന്നാ അറിയിക്കണേ, നിന്നെ ഒന്ന് അറിയണമെന്ന് കൊറേ നാളായി ഞാൻ വിചാരിക്കണു. ഇനി ഇവിടെ നിന്ന് ചെറ്റ വർത്താനം പറഞ്ഞാലുണ്ടല്ലോ,
വെട്ടിക്കൊടൽ ഞാൻ പുറത്തെടുക്കും. വേണ്ട ആശാനെ, വെറുതെ പ്രശ്നം ഇവളുടെ അഹങ്കാരം ഇന്ന് തന്നെ എനിക്ക് തീർക്കണം. നീ പോ തങ്കപ്പ, പോയി തരക്കാരെടുത്ത് കളിക്കും. സുഗന്ധിരെടുത്ത് കളിക്കാൻ നോക്കി വെറുതെ ഉള്ള ചീത്തപ്പേര് കളയണ്ട. വേണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. വരുന്നേ. വേണ്ടേ, നീ പറഞ്ഞത് കൊണ്ട് ഞാനിന്ന് അവിടെ ശരിയാക്കും. എന്നാ നോക്കി നിൽക്കുവാടി? ഞാൻ വെറുതെ കല്യാണപ്രായമായ പെൺപിള്ളേര് കാണേണ്ട കാഴ്ചയല്ലേ ഇത്? പൊടി പോൻ. ഇതാ തങ്കപ്പന്റെ ജീവിതത്തിലെ ആദ്യത്തെ സംഭവമാണ് അത്. എനിക്കെതിരെ ഒരാൾ സംസാരിക്കുക, അത് ഒരു പെണ്ണ്. അടിച്ചവളുടെ അണപ്പല്ല് ഞാൻ തെറിപ്പിച്ചേനെ. നീ ഒറ്റ ഒരുത്തം കാണാതെ ചെയ്യാൻ പറ്റാണ്ട് വന്നേ, വൃത്തികെട്ടവൻ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നീ എന്റെ വണ്ടിയുടെ കിളിയോ അതോ എനിക്ക് മനക്കേട് ഉണ്ടാക്കാൻ കൂടിയേക്കണം വെള്ളപ്പിശാലോ? ഒരു സാധാരണ ചായക്കടക്കാരി സ്ത്രീയെ തല്ലി ചേച്ചാ എന്ത് മാനം കിട്ടുന്ന ആശാൻ പറയണേ. ഇന്ന് അവളെന്റെ കയ്യെ കയറി പിടിച്ചില്ലേ, എന്നെ കത്തിയെടുത്തില്ലേ? എടാ, ഒറ്റപ്പാറ ജംഗ്ഷനിലെ ആളുകളുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും? നീ എന്നെ കയറി പിടിച്ചില്ലായിരുന്നെങ്കിൽ അവരുടെ കൊടനെ ഞാൻ പറിച്ചെടുത്തേനെ. ഒരു സാധു സ്ത്രീയല്ലേ അവര്, ജീവിക്കാൻ വേണ്ടി എപ്പോഴാ അവര് പെടുന്നേ? സഹായിക്കാൻ പോലും ആരുമില്ല. എന്റെ ഉപ്പും ചോറും തിന്നിട്ട് അവളുടെ മഹത്വം പറയണോ? ഞാൻ കൊന്നു എന്നാലും ഒരു കൂട്ട് എന്നെ കിട്ടില്ല. വേണ്ടടാ, എനിക്കൊരു പുല്ലന്റെ മോന്റെയും കൂട്ട് വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് ചോദിച്ചോളാം. തല്ലുമ്പോഴും കൊല്ലുമ്പോഴും എന്നെ ഒരു നാറിയും കയറി പിടിക്കില്ല. എന്റെ കൺമുമ്പിൽ വെച്ചാണ് ഞാൻ ഇനിയും ചോദിക്കും. നിവർന്നു നിൽക്കാൻ നിനക്കെന്ന് കെൽപ്പുണ്ടെങ്കിലല്ലേ വളർത്തിയ കൈ കൊണ്ട് തന്നെ നിന്നെ പിഴുതെടുക്കാനും എനിക്കറിയാം. തങ്കപ്പന നിനക്ക് ശരിക്കും അറിയില്ല. ചന്ദ്രു, 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 ఏంటికి చంద్రు? చంద్రు, പിടിച്ചു.
പതുക്കെ ഇവിടെ കിടന്നു. ആ.